ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വിക്രത്തെയും വേദയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിക്രം പറയുകയാണ്, വേദ നീ അവിടെ നിൽക്കുക, നിനക്ക് ഞാനൊരു ചായ ഇട്ട് തരട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു. അപ്പോഴത്തേക്കും വേദ പറഞ്ഞു, വേണ്ട, ചായ ഒന്നും തൽക്കാലം വേണ്ട, ഏതായാലും നിങ്ങളുടെ മനസ്സ് ഞാൻ കണ്ടു, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു മെന്റാലിറ്റി അത് നല്ലത് തന്നെയാണ്, ഏതായാലും അതിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറഞ്ഞു, എനിക്ക് വേദയെ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കിപ്പം നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ കൂട്ടുകാരികളെയൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരികളെയോ പെട്ടെന്ന് വേദ ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും വിക്രം പറഞ്ഞു, അതെ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, രേഷ്മ ശശി ഉണ്ടല്ലോ, അവൾക്ക് എന്നെ വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. എനിക്ക് ഒരു ദിവസം ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയത് അവൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ലോറി ഇടിച്ച് അവളും മരിച്ചുപോയി. അതുപോലെ തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് അവൾ ഒരു ദിവസം എനിക്ക് വേണ്ടി കാത്തു നിന്ന ബസ് സ്റ്റോപ്പിൽ. അപ്പം ആ കുട്ടിയും മരിച്ചുപോയി. അതും ലോറി ഇടിച്ച് തന്നെയാണ് മരിച്ചത്. അത് ട്രക്ക് ഇടിച്ചങ്ങാണ്ടാണ് മരിച്ചതെന്നാട്ടോ പറയുന്നത്. അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയും ഈ ലോറി തന്നെ ഇടിച്ചാണോ വിക്രം മരിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പം പറഞ്ഞു, അല്ലല്ല, തീവണ്ടി ഇടിച്ചേ. തീവണ്ടി ഇടിച്ചോ? എന്തോ അങ്ങനെ എങ്ങാണ്ട മരിച്ചത്. ഏതായാലും ഞാനൊരു കാര്യം പറയാം, എന്നെ സ്നേഹിക്കുന്നവരൊന്നും ജീവിച്ചിരിക്കില്ല, എന്നെ സ്നേഹിക്കുന്നവരൊക്കെ മരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ പിന്നെ ആ പെൺകുട്ടിയും മരിക്കും. അതുകൊണ്ട് വേദ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ. എന്തിനാ വെറുതെ വേദയുടെ ജീവിതം വേസ്റ്റ് ആക്കണത്? വേദന മനഃപൂർവ്വം എനിക്ക് കൊലക്കി കൊടുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, തന്നെ ഡയലോഗ് വെച്ച് നമുക്ക് കേൾക്കുമ്പോൾ പച്ചക്കള്ളവാന്നറിയാവുന്ന ഡയലോഗ് വെച്ച് കുറേ അങ്ങോട്ട് പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ആണല്ലേ, എങ്കിലേ വിക്രത്തിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വിക്രം, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം അതൊക്കെ ശരി തന്നെയാ. അതെ, രാത്രി സ്വപ്നത്തിൽ ഞാനേ കുറേ സ്കൂൾ കുട്ടികളെ കാണാറുണ്ട്, പ്രത്യേകിച്ച് 3 പെൺപിള്ളാരെ. ആ പെൺപിള്ളാർ 3 പേരുവേ എന്നോട് എന്താണെന്നോ വന്ന് പറയുന്നത് സ്വപ്നത്തിൽ, ഒരിക്കലും വിക്രത്തെ വിട്ടു പോകരുത്, വേദ വിക്രത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന്. അതും ഈ പ്രേത ആത്മാക്കളൊക്കെ പറയുന്നതേ നമ്മളനുസരിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ പ്രശ്നം തന്നെയാണ്. മനുഷ്യരാണെങ്കിൽ ഓക്കെ, നമുക്ക് അത് അംഗീകരിക്കുകയോ അനുസരിക്കുകയോ വേണ്ട, പക്ഷേ പ്രേതങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് തീരുമാനിച്ചു, വിക്രത്തിനെ വിട്ട് പോകുന്നില്ല. വിക്രത്തിനെ വിട്ട് പോയാലേ ശരിയാവില്ല. അത് ഏതായാലും പ്രേതങ്ങളുടെ വാക്കല്ലേ, അത് നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് ശരിയാണോ? പിന്നെ ആദ്യം ഞാനിതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇപ്പം എന്തേ വിക്രം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം സത്യമായ കാര്യമാണെന്ന്. ഇത് കേട്ടത് വിക്രം എടീ എന്നൊരു വിളിച്ചു. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഓർത്തെന്തോ പ്രശ്നമുണ്ടെന്ന്. ഏതായാലും ഞാൻ പോവാണേ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി പോയപ്പോഴത്തേക്ക് നമ്മുടെ വിക്രം മരണത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. മരണം ഊർജ്ജമാകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ദേഷ്യം ഒന്ന് കാലി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ ചിരിയോടൊക്കെ കൂടി ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ ശ്രീജ കാണാൻ കേട്ടോ. അപ്പം ശ്രീജ ചോദിച്ചു, എന്തു പറ്റി? എന്താ വേദ നിനക്ക് പറ്റിയത്? ഒരു ചെറിയ ചിരിയൊക്കെ ഉണ്ടല്ലോ, എന്തു പറ്റി? നമ്മുടെ വിക്രത്തിൻ്റെ പിണക്കമൊക്കെ മാറിയോ? അവൻ സ്നേഹിക്കാൻ തുടങ്ങിയോ? വിക്രത്തിൻ്റെ പിണക്കം മാറും, സ്നേഹിക്കാൻ തുടങ്ങും. ഈ ജന്മം അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല. അങ്ങനെയൊന്നും അല്ല കുട്ടി, വിക്രം മാറും. അതുമല്ല, വിക്രം വേദയുടെ വളയൊരെണ്ണം എടുത്തോണ്ട് പോയി പണയം വെച്ചല്ലോ, അത് തന്നെ വേദയോടുള്ള അവകാശം ഉള്ളത് കൊണ്ടല്ലേ, വേദയെ ഭാര്യയായിട്ട് കാണുന്നതുകൊണ്ടൊക്കെ തന്നെയാണ്. വേറെ ആരുടെ വളയൊന്നും എടുക്കാൻ തോന്നിയില്ലോ. അതൊക്കെ വെറുതെ ചേച്ചി. വിക്രത്തിന് അപ്പം എന്ത് തോന്നുന്നു അത് ചെയ്യും, അതാ വിക്രത്തിൻ്റെ സ്വഭാവം. അതെനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ വള കണ്ടു, ഒരാവശ്യം വന്നു, പിന്നെ ആവശ്യം നല്ലതായതുകൊണ്ട് തന്നെ ഞാൻ അത് അംഗീകരിച്ചു. കുഴപ്പമില്ല, പോട്ടെ, ആവശ്യം നല്ലത് തന്നെയാണല്ലോ. വേദ ഞാൻ പറയുന്നത് കേട്ടെ. ഈ ശ്രീജേടത്തി പറയുന്നത് വെറുതെ അല്ല. വിക്രം നന്നാകും. അവന് നേരത്തെ നല്ലൊരു കുട്ടിയായിരുന്നു, അവന് ഒരുപാട് പഠിക്കുമായിരുന്നു, അതുപോലെ എല്ലാ ആക്ടിവിറ്റീസിലും അവൻ നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വരും. അവൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് അമ്മയും അച്ഛനും ഒക്കെ കാത്തിരിക്കുന്നത്. അച്ഛനൊക്കെ ഈ പുറമേ കാണിക്കുന്ന ഈ പരുക്കത്തും അതുമാത്രമേ ഉള്ളൂ, പക്ഷെ അച്ഛൻ്റെ മനസ്സ് നിറയെ അവൻ തിരിച്ചു വരണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ വേദ, നീ വിചാരിച്ചാൽ അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോഴത്തേക്കുമാണ് വേദ ചോദിക്കുന്നത്,
അല്ലേ എടുത്തി ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്ന നല്ലപോലെ പഠിക്കുന്നൊരു കുട്ടി, അതുപോലെ എല്ലാ ആക്ടിവിറ്റിയും നല്ലതുപോലെ ചെയ്യുന്നൊരു പയ്യൻ, അപ്പം എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്? ഇതിൻ്റെ പിന്നിൽ എന്താ പറ്റിയത്? വിക്രത്തിന് എന്താ പറ്റിയത്? അതെനിക്കറിയണം. വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ആ രഹസ്യം എനിക്കറിയണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീജ പറയാൻ വന്നതും പെട്ടെന്ന് നമ്മുടെ കമല ഇതെല്ലാം കേൾക്കണുണ്ടായിരുന്നു. കമല ശ്രീജ പറയാൻ വന്നതും കമല പെട്ടെന്ന് ശ്രീജേ എന്നിങ്ങനെ വിളിച്ചു. അപ്പം പെട്ടെന്ന് ശ്രീജ ഞെട്ടിപ്പോയിട്ട് അതേ മോളെ വേദേ എൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞു പോയി. അവിടെ ഈ നമ്മുടെ വേദയ്ക്ക് കിട്ടിയില്ല കേട്ടോ, എന്താണെന്നൊന്നും നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയം നമ്മുടെ രാധയുടെ വീടാട്ടോ കാണിക്കുന്നത്. രാധയുടെ വീട്ടിൽ രാധേനെ പെണ്ണ് കാണാനായിട്ട് ഒരു ചെറുക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുകയാണ്. രാധയുടെ അമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാധ പെട്ടെന്ന് കയറി വരിക. അപ്പോൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പെട്ടെന്ന് രാധയുടെ അമ്മ വിളിച്ചുകൊണ്ട് പോയിട്ട് മോളെ പെട്ടെന്ന് ഈ ഡ്രസ്സ് മാറിക്കേ, ഈ സാരി എടുത്തോണ്ട് അങ്ങോട്ട് ചെന്നേ. സാരി എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാനോ? എന്തിന്? അതൊക്കെ ഉണ്ട്, ദേ നീ ഈ സാരി ഉടുക്ക്, നിന്നെ കാണാൻ വേണ്ടിയാ അവർ വന്നിരിക്കുന്നത്. എന്നെ കാണാൻ വേണ്ടിയോ? നിന്നെ കാണാൻ വേണ്ടിയാ. അവരുതേ കാപ്പി കുടിച്ചോണ്ടിരിക്കുക. നീ ഒരുപാട് താമസിച്ചു പോയില്ലേ? എന്നെ കാണാനാ വന്നതെങ്കിൽ ഞാൻ കാപ്പി കൊടുക്കത്തില്ലായിരുന്നോ? കുറച്ച് നേരം കൂടെ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോരായിരുന്നു അമ്മേ. നീ ഇപ്പൊ കാപ്പി ഒന്നും കൊടുക്കണ്ട, നീ ഈ ഡ്രസ്സൊക്കെ ഉടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് ഒന്ന് ചെല്ല്. ഈ ഡ്രസ്സ് ഇതെന്തിനാ ഈ സാരി ഉടുത്തിട്ട് ഞാൻ അവരുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്? പെണ്ണ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അത് നിന്നെ കാണാൻ വന്നതാ. എന്നെ കാണാൻ വന്നതോ? എന്നെ കാണാൻ മാത്രം വന്നതോ? മനസ്സിലായി. ഏതായാലും അമ്മേ, എന്നെ കാണാൻ വന്നവരെ എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ മതി. ഈ യൂണിഫോം വേഷം ഇതാ എനിക്ക് ചേരുന്നത്. ഈ സാരി തൽക്കാലം അമ്മ ഉടുത്തോ. അമ്മ ഉടുത്തിട്ട് വേണമെങ്കിൽ അവരുടെ മുമ്പിൽ വേണമെങ്കിൽ ചെന്ന് നിന്നോ. ഏതായാലും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഈ വേഷം കൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാധ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രാധേനെ കണ്ടതും ആ ചെറുക്കന് ഒരു കോമാളിയാണ് കേട്ടോ. പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അരപ്പിരി ലൂസാണെന്ന്. വന്ന ഉടനെ തന്നെ ലഡുവും ജിലേബിയും സാധനങ്ങളും ഒക്കെ തിന്നാൻ മാത്രമേ പുള്ളിക്കാരന് നേരെ ഒരു ചൊവ്വേ നേരെ നമ്മുടെ കമലയുടെ മുഖത്ത് പോലും നോക്കാനുള്ളൊരു നേരമില്ല. അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വേദ ചോദിച്ചു, അല്ല ഈ ലഡുവും ജിലേബിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ ആ പയ്യൻ പറഞ്ഞു. അല്ല ഇത് എത്രാമത്തെ പെണ്ണ് കാണല? ഇതിപ്പം 32ാമത്തെ. 32ാമത്തെ അല്ലേ? ഏതായാലും സമയം കളയണ്ട, വിട്ടോ. ഏതായാലും സമയമുണ്ട് കേട്ടോ. ഒരു പെണ്ണിനെ കൂടെ കാണുകയാണെങ്കിൽ നമുക്ക് 33ാമത്തെ പെണ്ണ് കാണലാവൂലേ? അതുകൊണ്ട് ആ ഒരു സമയം കളയാതെ പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. ഇത് കേട്ടതും ദേഷ്യം വന്നിട്ട് ആ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഇതെന്താ ഞങ്ങളെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു. നിങ്ങളെ കളിയാക്കിയതൊന്നുമല്ല. അതെ, ഞാനല്ല നിങ്ങളെ കളിയാക്കിയത്, എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളെ കളിയാക്കിയത് വിളിച്ചു വരുത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരാളെ ഇഷ്ടമാണ്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് ദയവേദി ഇവിടെ നിന്ന് സമയം കളയരുത്, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് കലിച്ചു തുള്ളി ആ പയ്യനും ആ പയ്യൻ്റെ വീട്ടുകാരും അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും രാധയുടെ അമ്മ പറഞ്ഞു, എൻ്റെ പൊന്നു രാധേ, നീ കാരണം എന്തൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണെന്നറിയാമോ? ഞാൻ കാരണം എന്താ അമ്മ അനുഭവിക്കേണ്ടി വരുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയ്ക്ക് ഞാൻ കാരണം എന്താ പ്രശ്നം? ഞാൻ ജോലി എടുത്ത് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നില്ല, ഈ കുടുംബം മുഴുവൻ ഞാൻ നോക്കുന്നില്ലേ? എന്നിട്ട് ആ ചെറുക്കനെ വിവാഹം കഴിച്ച് ആ ചെറുക്കനെ നോക്കി വീട്ടിൽ ഇരുന്ന് എൻ്റെ ജീവിതം പോണോ? അതാണോ അമ്മ വിചാരിക്കുന്നത്? അതാണോ അമ്മയ്ക്ക് വേണ്ടത്? എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വിവാഹം ഉണ്ടെങ്കിൽ അത് വിക്രത്തിൻ്റെ കൂടെ ആയിരിക്കും, വിക്രേട്ടൻ്റെ കൂടെ ആയിരിക്കും, വിക്രമേട്ടൻ്റെ കൂടെ അല്ലാതെ എനിക്കൊരു വേറെ വിവാഹമില്ല. ഇനി ആരൊക്കെ നിങ്ങളെ കൊണ്ടുവന്നാലും പൊന്നും കൊണ്ട് പുളിശ്ശേരി വെച്ച് തന്നു എന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട, എനിക്കിങ്ങനെ ഒരു ബന്ധം വേണ്ട. എടി പെണ്ണെ, നീ മന്ദബുദ്ധിത്തരം പറയാതെ, അവൻ്റെ കല്യാണം കഴിഞ്ഞതാ. ആ പെണ്ണ് അവന് നിനക്ക് വിട്ടുതരുന്നു തോന്നുന്നുണ്ടോ? ആ പെണ്ണ് വിട്ടു തരേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാം എൻ്റെ വിക്രമേട്ടനെ ഇങ്ങെടുക്കാൻ, ഞാൻ വിക്രമേട്ടനെ എടുത്തോളാം. ഈ കാര്യത്തിൽ വേറെ ആരും ഇടപെടണ്ട. നോക്കിക്കോ, ഞാൻ എല്ലാം അവസാനിച്ച് മണ്ണെണ്ണ കൊളുത്തി ഞാൻ ചാകും ലാസ്റ്റ്. എങ്കിൽ പിന്നെ തീപ്പെട്ടി ഞാൻ മേടിച്ചോണ്ട് വരാമേ, വെയിറ്റ് ചെയ്യേ. തീപ്പെട്ടി മേടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് മണ്ണെണ്ണ ഒഴിച്ച് ചാകാം. എൻ്റെ പൊന്നമ്മേ, ഒന്ന് പോകാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ കമലയുടെ അമ്മയല്ല, സോറി, നമ്മുടെ രാധയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് രാധയുടെ അമ്മ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയുടെ അമ്മേനെയും മുത്തശ്ശീനെയാണ് കേട്ടോ. അപ്പം വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പം വേദയുടെ മുത്തശ്ശി പറഞ്ഞു, നമ്മൾ ഇങ്ങനെ അവളെ പോയി കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, ഏതായാലും അവൻ അറിയാതെ നമുക്ക് പോയി ഒന്ന് കാണണം, അവൻ അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. വേദയുടെ അച്ഛൻ അറിയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാ നമ്മളിപ്പോൾ പോകുന്നത്? വേണ്ട, കുറച്ച് സാധനമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകണം,
നമ്മളങ്ങനെ തള്ളിക്കളയാൻ പാടില്ലല്ലോ. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം. പക്ഷേ അങ്ങനെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ തന്നെ അതിന് പൈസ വേണ്ടേ? എൻ്റെ കയ്യിലാണെ പൈസ ഇല്ല. ഞാനിപ്പം അവളുടെ അച്ഛനോട് ചോദിക്കാതെ എവിടെ നിന്നാണ് ഞാൻ പൈസ എടുക്കുന്നത്? അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഏതായാലും അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം. നമുക്ക് ഏതായാലും അവളുടെ വീട് വരെ ഒന്ന് പോകണം. അവളുടെ അമ്മായിയമ്മ അവളെ മരുമകളായിട്ട് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അതുപോലെ നല്ലൊരു സ്നേഹമുള്ളൊരു അമ്മ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെയൊക്കെ ചെന്നൊന്ന് കാണണം. അവൾക്ക് ആരുമില്ല എന്നുള്ളൊരിതൊന്നും അറിയിക്കാൻ പാടില്ലല്ലോ. അവൾക്കും ഒരു സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞ് ഇവർ പോകാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ ശ്രീനി സാറിനെയും അതുപോലെ തന്നെ നമ്മുടെ വിക്രത്തെയുമാണ്. അങ്ങനെ ശ്രീനി സാർ പറയുകയാണ്, അല്ല നിന്റെ ഉദ്ദേശം എന്താ ഇത്? ഞാനൊരു കാര്യം പറയാം. എനിക്ക് വേറെ ഒന്നുമല്ല നിന്നോട് ഇപ്പം സംസാരിക്കാനുള്ളത് രാധയുടെ കാര്യമാണ്. നീ രാധയ്ക്ക് കുറച്ചെങ്കിലും ആശ കൊടുക്കാതെ ആ പെണ്ണ് എങ്ങനെയാണ് നിന്റെ പുറകെ നടക്കുന്നത്? ഒരിക്കലും ഞാൻ അവൾക്ക് ആശ കൊടുത്തിട്ടില്ല സാറേ. ഞാൻ എന്തിനാ അവൾക്ക് ആശ കൊടുക്കുന്നത്? അതിൻ്റെ കാര്യം എനിക്കുണ്ടോ? ഒരിക്കലും ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ടോ പോലും ഞാൻ അവളെ അങ്ങനത്തെ രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷെ അവൾ എന്താണെന്ന് അറിയില്ല എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. അവളുടെ ഓട്ടോയ്ക്ക് വരെ നിന്റെ പേരാ. എങ്കിൽ പിന്നെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കാം അവൾക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതാകാം. പക്ഷെ അവളുടെ ജീവിതം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്യണം. നിന്നിൽ നിന്ന് അവൾ വിട്ടുമാറണമെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാലേ ഇനിയിപ്പം അവൾ നിന്നെ വിട്ടു മാറത്തുള്ളൂ. അല്ലെങ്കിൽ നിന്നെ വിട്ടു മാറാനൊന്നും പോകുന്നില്ല. അവളുടെ ജീവിതവും നശിച്ചു പോകും. അങ്ങനെ അവളുടെ ജീവിതം നശിച്ചു പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും ഇല്ല. അവളും ഒരു ജീവിതത്തിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കലും എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല എൻ്റെ ഭാര്യയായിട്ട്. അല്ലെങ്കിലും ഇനി പറ്റില്ലല്ലോ. നിനക്ക് വേറൊരു ഭാര്യ ഉള്ളപ്പം അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഞാനൊരു കാര്യം പറയാം. ഇനി തൽക്കാലം രാധയുടെ മുമ്പിലെങ്കിലും നീ വേദയെ അംഗീകരിക്കണം. വേദയെ ഭാര്യയായിട്ട് കാണണം. എങ്കിൽ മാത്രമേ അവൾക്ക് മനസ്സിലാവുകയുള്ളൂ നീ വേറൊരാളുടെ സ്വന്തമായി കഴിഞ്ഞു. അപ്പം പിന്നെ നിന്നെ വിട്ട് പതുക്കെ അവൾ മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. നയനുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷം 12 ആകുമ്പോൾ നമ്മളിടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.